ആൻഡ് ഇതിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഇടയിലുള്ള ചില ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ചില ആ ഒരു ഏലിയൻസിന്റെ ഒക്കെ ഒരുമാതിരിയുള്ള ഒരു VFX വർക്കൊക്കെ ഒട്ടും മോശമാക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സിനിമകൾക്ക് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആവശ്യമായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മൂവീസിനൊക്കെ. നമ്മൾ സാധാരണ ഒരു തിയേറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചില കമന്റ് അടികളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. പക്ഷെ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ആൻഡ് അത് എടുത്തു പറയേണ്ടി പോയി. അത് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം റയർ ആയിട്ടേ നമുക്ക് അങ്ങനെയുള്ള ഒരു ആംബിയൻസ് കിട്ടാറുള്ളൂ. ആൻഡ് നമ്മൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് ദിവസം കാത്തിരുന്ന് കണ്ടതിനുള്ള ഒരു എന്താ പറയാ, വർത്ത് ദ വാച്ച് എന്ന് തോന്നിയൊരു മൂവി തന്നെയായിരുന്നു ഏലിയൻ റോമുലസ്. വർത്ത് ദ വാച്ച് എന്ന് പറഞ്ഞാൽ പോരാ, ഈ കൊല്ലം നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന മൂവീസിന്റെ ലിസ്റ്റിലേക്ക് ഒരു പടം കൂടിയാണ് ഏലിയൻ റോമുലസ്. ആൻഡ് ആ മൊത്തത്തിലുള്ള ആ ഒരു വേൾഡ് ബിൽഡിംഗും ഒക്കെ നമുക്ക് എന്താ